ഹേയ് ഗൈസ്, ഇതൊരു പാക്കിംഗ് വീഡിയോ അല്ല. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ആസ് എ ബഡ്ഡിങ് ബിസിനസ് ഓണർ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷേ ഇറ്റ് ഹാപ്പൻ ടു മീ. ഓണത്തിൻ്റെ അന്ന് രാവിലെ എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെയാണ് അവസാനിക്കാൻ പോണേന്നുള്ളത്. അപ്പോൾ അന്ന് രാവിലെ ഓർഡർ പ്ലേസായി. ആളെന്നോട് ആദ്യം ചോദിച്ചത് COD അവൈലബിൾ ആണെന്നായിരുന്നു. പക്ഷേ നമ്മൾ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ COD അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, COD ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഒറ്റപ്പാലടുത്ത് തന്നെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, ലൊക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒറ്റപ്പാലടുത്തല്ലേ, ഞാനാണെങ്കിൽ അന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട്, ഒറ്റപ്പാലം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വന്ന് ഡെലിവറി ചെയ്യാം, അങ്ങനെയാണെങ്കിൽ COD ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു. അപ്പണ്ട് തേ കിടക്കണേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീട്. അതായത് ഞാൻ നിൽക്കണേന്ന് എനിക്ക് ജസ്റ്റ് 2 അടി നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ ആൾക്ക് എന്നെ അറിയില്ല, എനിക്ക് ആളിനെ അറിയില്ല. കാരണം ഞങ്ങളിവിടെ വാടകയ്ക്ക് ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നിട്ട് ആകെ 3 മന്ത്സിൻ്റെ അടുത്ത് ആവണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഓണത്തിൻ്റെ അന്ന് രാവിലെയും കൂടെ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ഇപ്പോൾ കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു യെസ്. അപ്പോൾ ഞാൻ വേഗം ഓർഡർ പാക്ക് ചെയ്ത് വേഗം ഞാൻ കൊണ്ടുപോയി. വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പോയി കൊണ്ടുകൊടുത്തു. 369 രൂപയായിരുന്നു ഓർഡർ. അപ്പോൾ ആൾ എനിക്ക് 500 രൂപ എടുത്ത് തന്നു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ തിരിച്ച് പൈസയായിട്ട് കൊടുക്കാനും ഇല്ല, ആളുടെ കയ്യിലാണെങ്കിൽ GPay ഇല്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ GPay ചെയ്ത് തരാൻ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് GPay ഇല്ല, സിസ്റ്ററിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ വഴി പറഞ്ഞിട്ട് പോന്നു. കാരണം എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഫോണാണ്, അതിൽ ബിസിനസ് നമ്പർ അതിലല്ല, വേറെ ഫോണിലായിരിക്കണം. ഞാൻ വീട്ടിൽ എത്തിയിട്ട് GPay നമ്പർ ചോദിച്ചപ്പോൾ ഹിസ് റിപ്ലൈ റിയലി സർപ്രൈസ്ഡ് മീ ഗൈസ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ ഇരുന്നത്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് തിരിച്ച് തരണ്ട, ഓണായിട്ട് കൈനീട്ടായിട്ട് ഇരിക്കട്ടെ ഫോർ ദ ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫ് യുവർ ബിസിനസ്. ആ ഒരു റിപ്ലൈ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനൊരു നമുക്കൊരു ഓർഡർ കിട്ടിയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് നമുക്കൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത്, എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, പ്രത്യേകിച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വാക്ക് നമുക്കൊരു കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അപ്പം ഇങ്ങനെ എനിക്കിതായിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു അയ്യോ തിരിച്ച് തരട്ടെ എങ്ങനെയാണ് എന്നാലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നോ, വേറെ ഒന്നും വിചാരിക്കേണ്ട, ഇത് നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്, സിസ്റ്റർക്ക് വേണ്ടിയാണ് മേടിച്ചത്. പക്ഷേ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് മേടിച്ചതെന്ന് പറയുമ്പോൾ, നമ്മളറിയാത്തവർ പോലും നമുക്ക് ഇത്രയും സപ്പോർട്ട് തരിക എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വേർഡ്സ് ഇല്ല. അത്രയും ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ബഡിങ് ബിസിനസ് ഓണേഴ്സിന് ഇത്തരം എക്സ്പീരിയൻസസ് ഒക്കെ റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.